ഇറാഖിലെ ബസറയിലേക്ക് അദ്ദേഹം വന്നു. ആ ബസറയിൽ അന്ന് വിപുലമായ ദർസ് നടക്കുന്ന പള്ളിയുണ്ട്. അതിന്റെ പരിസരത്തെ ഒരു കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഹംഫർ എന്ന ഈ വ്യക്തി താമസിക്കുന്നത്. അദ്ദേഹം കണ്ണുവെക്കുന്നത് ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികളെ പിടിച്ച് സ്വാധീനിച്ച് ഞാൻ കണ്ടെത്തിയ പുതിയ ആശയങ്ങൾ അവരിലേക്ക് ഇട്ടുകൊടുക്കണം, അങ്ങനെ ഇസ്ലാമിനെ ആദർശപരമായി ഭിന്നിപ്പിക്കണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ആ ദർസിൽ പഠിക്കാൻ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളാണ് സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ഇദ്ദേഹം സൗഹൃദത്തിലാകുകയും അങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്ക് പുതിയ മാനം നൽകി, പുതിയൊരു രീതി നൽകി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മുമ്പിൽ ഇവരവതരിപ്പിക്കുകയും ആ അവതരിപ്പിച്ച മതത്തെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആ ബന്ധങ്ങളെ സ്പഷ്ടമായി പരാമർശിക്കുന്ന ഹംഫറിന്റെ ഡയറി കുറിപ്പാണ് ഈ കാണുന്നത്. ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്ന പേരിൽ മലയാളത്തിൽ ഇത് കിട്ടും. ലോക ഭാഷകളിലെല്ലാം ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇത് ലഭ്യമായിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് ഈ രീതിയിൽ ഇവരുടെ പ്രചരണം ആരംഭിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ അവിടുത്തെ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ താരീഖു മംലക്കത്തിൽ അറബിയത്തി സഊദിയ എന്ന ഗ്രന്ഥത്തിൽ ഈ പ്രസ്ഥാനം, വഹാബിസം എന്ന പ്രസ്ഥാനം ആദ്യമായി ലോകത്ത് അതിന്റെ ആശയം പറയുന്നത് ഇറാഖിലെ ബസറയിൽ വെച്ചാണെന്നും അതിന്റെ തുടർ ചരിത്രങ്ങളെ ഇന്നതാണെന്നും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നതിന്റെ ചുരുക്കം, ആദ്യമായി ബസറയിൽ വെച്ച് അദ്ദേഹം പുതിയൊരു തൗഹീദ് അവതരിപ്പിച്ചു. ആ തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ശരിയാവണമെങ്കിൽ ഇവിടെ അല്ലാഹു അല്ലാത്തവരെ ആദരിക്കാൻ കൂടി പാടില്ല. ആരാധിക്കാതിരുന്നാൽ പോരാ, ആദരിക്കാതെ കൂടിയിരിക്കണം. അതിന്റെ ഭാഗമായി മഹാന്മാരുടെ മക്ബറകൾ അതിന് പവിത്രത കൽപ്പിച്ചുകൂടാ, അവരെ സ്മരിക്കുന്ന ആണ്ടുപരിപാടികൾ നടത്തിക്കൂടാ, അവരുടെ ആസാറുകൾക്ക് പവിത്രത കൽപ്പിച്ചുകൂടാ, മഹാന്മാരുടെ ബറക്കത്തെടുക്കാൻ പാടില്ല. ഈ ആശയങ്ങളാണ് ലോകത്ത് ആദ്യമായി ഇബ്നു അബ്ദുൽ വഹാബ് ആരംഭിച്ചത് എന്ന് അവരുടെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനാമുഖമെന്ന കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ നിന്ന് പുറത്തിറക്കിയ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കലേക്കുള്ള യാത്രയെയാണ് ആദ്യമായി വഹാബി നേതാവ് നിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ മഹാന്മാരെ ഇടിച്ചു താഴ്ത്തുക എന്നത് ഇസ്ലാമിനെ തകർക്കാനുള്ള കുറുക്കുവഴിയാണ് എന്ന് പാശ്ചാത്യരാണ് വഹാബികൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഏതൊരു പ്രസ്ഥാനത്തെയും അങ്ങനെയാണ്. അതിനെ തകർക്കണമെങ്കിൽ നേതൃരംഗത്തിരിക്കുന്നവരെ കരിവാരിത്തേക്കണം. അതിനുവേണ്ടി ഇസ്ലാം ആദരിക്കുന്ന, മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുന്ന മഹാന്മാരെ കൊച്ചാക്കാനുള്ള ശ്രമമാണ് വഹാബി പ്രസ്ഥാനത്തിലൂടെ ആദ്യമായി ഇവര് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ വാദവുമായി അവിടെ നിന്ന് തുടങ്ങി പിന്നീട് വഹാബി നേതാവിന്റെ പ്രയാണം, അതിന്റെ പര്യവസാനം ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷം അല്പവും കൂടെ പറഞ്ഞതിനു ശേഷം അല്ലാഹു തആല തങ്ങളുടെ സഹോദരന്റെ മക്ബറ തകർത്തുകൊണ്ട് വഹാബിസത്തിന്റെ ഭീകരപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന താരീഖു മംലക്കത്തിൽ അറബിയത്ത് സഊദിയ എന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതോടെ ജനങ്ങൾ ശക്തമായി ഈ ഭീകരപ്രസ്ഥാനത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ അയാൾ അവിടെ നിന്നും അവസാനം ദർഹിയ എന്ന പ്രവിശ്യയിലേക്ക് നീങ്ങി. ദർഹിയ എന്ന് പറയുന്നത് ഇന്നത്തെ സഊദിയുടെ തലസ്ഥാനമായ റിയാദും പരിസരവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അന്നവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് മുഹമ്മദ് ബിൻ സഊദ് എന്നു പേരുള്ള ഒരു ഗവർണറാണ്. ഈ ഗവർണറെ സമീപിച്ചുകൊണ്ട് വഹാബിസത്തിലേക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് ആദ്യമായി ഇവർ ഒരു സേന രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശാനുസരണം പ്രവിശാലമായ ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ അവർ കലാപങ്ങൾ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. അങ്ങനെ നടന്ന ഭീകരമായ ആക്രമണങ്ങളെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ വളരെ ഗൗരവത്തോടെ രേഖപ്പെടുത്തിയത് കാണാം. അന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ
അവർ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഏത് വാദത്തോടെയാണ്? ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മുസ്ലിങ്ങളാരും യഥാർത്ഥ തൗഹീദിലല്ല, അവരൊക്കെയും തൗഹീദിന് പുറത്തുപോയവരാണ് എന്ന വാദവുമായിട്ടാണ് വഹാബിസം രംഗത്ത് വന്നത്. മുജാഹിദുകൾ പുറത്തിറക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ 14-ാമത്തെ പേജിൽ പറയുന്നത്, മുസ്ലിം സമുദായത്തിന് ഏർപ്പെട്ട അധപ്പതനത്തിന്റെ ഏക കാരണം തൗഹീദിന് അപകടം പറ്റിയതാണെന്ന് ശൈഖ് മനസ്സിലാക്കുന്നു. തന്റെ മുന്നിൽ കണ്ട എല്ലാത്തരം ശിർക്കിനെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തു. നബിയുടെ ഖബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂൽ മന്ത്രി ചൂതുന്നതും മുറുക്ക് കെട്ടുന്നതും മഹാന്മാരുടെ മഖബറുകൾക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നതും തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇങ്ങനെ പുതിയൊരു തൗഹീദുമായി രംഗത്ത് വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ലോക മുസ്ലിമീങ്ങൾ അവർ അവിശ്വാസികളും കൊല്ലപ്പെടേണ്ടവരുമാണെന്ന സിദ്ധാന്തവുമായി രംഗത്ത് വന്നുകൊണ്ട് അറബ് ലോകത്ത് ഭീകരമായ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അറബ് ലോകത്തിന്റെ ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തിയ പണ്ഡിതനും ചരിത്രകാരനുമായ മഹാനായ ശൈഖ് സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ത്വായിഫിലേക്ക് വഹാബികൾ കടന്നു വന്നുകൊണ്ട് ചെയ്ത ഭീകരാക്രമണം എന്തായിരുന്നു? വലമ്മാ ദഖലു ത്വായിഫ ഖതലു നാസ ഖത്ലൻ ആമ്മൻ വസ്തൗഅബുൽ കബീറ വസ്വഈറ വൽ മഅ്മൂറ വൽ അമീറ വശരീഫ വൽ വളിയ. ത്വായിഫിലേക്ക് വന്ന വഹാബി പട്ടാളക്കാർ ജനങ്ങളെ ഒന്നും നോക്കാതെ കൊന്നുകളഞ്ഞു. സാധാരണക്കാരും പണിക്കാരും പണക്കാരും പണ്ഡിതന്മാരും മുതിർന്നവരും കുട്ടികളും ആണും പെണ്ണും ഭരണാധികാരിയും പ്രജയും ഒന്നും നോക്കാതെ എല്ലാവരെയും കൊന്നു നിലംപരിശാക്കി. വസ്വാറൂ യദ്ബഹൂന അലാ സ്വദ്രിൽ ഉമ്മി അത്ഫല. ഉമ്മയുടെ ഒക്കത്ത് വെച്ച് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. വസാറൂ യസ്അദൂനൽ ബുയൂത വയുഖ്രിജൂന മൻ തവാറാ ഫിഹാ. വീടുകളിലേക്ക് അതിക്രമണം നടത്തി അവിടെ ഒളിച്ചു കഴിഞ്ഞവരെ പുറത്തു ചാടിച്ചു. ഫയസീലുനഹും, അവരെ പിടികൂടി കൊലപ്പെടുത്തി. വവജദൂ ജമാഅത്തൻ യതദാറസൂനൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു പറ്റം പണ്ഡിതന്മാരെയും മുതഅല്ലിമീങ്ങളെയും പള്ളിയിൽ വെച്ച് പിടികൂടുകയും ഫഖതലൂഹും ഇലാ ആഖിരിഹിം, മുഴുവൻ ആളുകളെയും കൊന്നുകളയുകയും ചെയ്തു. വയഖ്തുലൂന അർറജുല ഫിൽ മസ്ജിദി വഹുവ റാഖിഉൻ വസാജിദുൻ. സുജൂദിലും റുകൂയിലും കിടക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവരെ നിസ്കാരത്തിലിട്ട് കൊന്നു. സലാം വീട്ടാൻ സമയം അനുവദിച്ചില്ല. അങ്ങനെ ഹത്താ അഫ്നൂ ഹഉലാഇൽ മഖ്ലൂഖാത്ത്, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ജനവിഭാഗത്തെ വഹാബികൾ കൊന്നു നശിപ്പിച്ചു. ഈ രീതിയിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ശിരാകേന്ദ്രങ്ങളായ പരിശുദ്ധ കഅബാലയത്തിലേക്കും മദീനയിലേക്കുമൊക്കെ ചെന്ന് അവിടെ ഭീകരമായ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചതായി ഇബ്രാഹിമുൽ മുറാവി, ഇറാഖുകാരനായ ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നു. ഇതുപോലെ നിരവധി പണ്ഡിതന്മാരത് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, വഹാബികളുടെ നേതാവായ ഈ മൊയ്തു മൗലവി വരെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നുപോകുന്നില്ല. ഈ തരത്തിൽ മുസ്ലിം ലോകത്ത് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചപ്പോൾ 1811 അന്നത്തെ ഖലീഫ മുഹമ്മദ് അലി പാഷ എന്ന ഇറാഖിലെ ഗവർണറെ വഹാബികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഹിജാസിലേക്ക് നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്ന പട്ടാളം അങ്ങനെ വഹാബികളെ പിടികൂടുകയും അതിന് നേതൃത്വം കൊടുത്തവരെ ഉസ്താംബൂളിൽ കൊണ്ടുപോയി തൂക്കിലേറ്റുകയും ചെയ്തു. അങ്ങനെ 1811 വഹാബിസത്തിന്റെ ആധിപത്യം ആ പ്രദേശങ്ങളിൽ അവസാനിപ്പിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വമില്ലാതെ അതിലാകൃഷ്ടരായ ഏതാനും അനുയായികൾ പ്രാന്തപ്രദേശങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 1914 പിന്നീട് ഇവിടെ ഒന്നാം ലോക മഹായുദ്ധ സാഹചര്യം വരുന്നത്. ഈ യുദ്ധ സാഹചര്യം രൂപം കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ജർമ്മനിയും പക്ഷം ചേർന്ന് ലോകതലത്തിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഖിലാഫത്ത് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഈ സമയത്ത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.
നമ്മുടെ വല്യുപ്പമാർ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വരെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി. ബ്രിട്ടീഷ് സർക്കാരിന്റെ ആധിപത്യം ഇന്ത്യയിലുള്ളതുകൊണ്ട് ഇത് ഇന്ത്യക്കാർക്ക് കൂടി ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യയുടെ മഹാത്മാഗാന്ധിജി അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ ലോകാധിപത്യത്തിന് ശ്രമിക്കുന്ന പാശ്ചാത്യൻ ശക്തികൾക്കെതിരെ പടപൊരുതാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ എന്താണ് ബ്രിട്ടീഷ് സർക്കാർ ചെയ്തത്? മുസ്ലിം രാജ്യത്ത് വിഭാഗീയതയുടെ വിത്തുപാകി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഈ വിഭാഗത്തെ വില കൊടുത്തു വാങ്ങുകയാണ്. നെഹ്റു അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകനം എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യം പരിചയപ്പെടുത്തുന്നത് കാണാം. അതിന്റെ 1060 പേജിൽ അദ്ദേഹം എഴുതുന്നു, ലോക യുദ്ധകാലത്ത് അറേബ്യ ബ്രിട്ടീഷ് ഗൂഢതന്ത്രത്തിന്റെ ഒരു കൂത്തരങ്ങായി തീർന്നു. വിവിധ അറബി പ്രധാനികളെ കോഴ കൊടുത്ത് സ്വാധീനിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ധനവും ഇന്ത്യൻ ധനവും അവിടെ ലോപം കൂടാതെ ചെലവഴിക്കപ്പെട്ടു. അവർക്ക് എല്ലാത്തരം വാഗ്ദാനങ്ങളും നൽകി. തുർക്കിക്കെതിരായി ലഹളക്കൊരുങ്ങാൻ അവർ നിരന്തരം പ്രേരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ അറബ് ലോകത്ത് വന്ന് തുർക്കിക്കെതിരെ പോരാടാൻ വേണ്ടി ഈ വിഭാഗവുമായി ഇവർ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. അതിനുവേണ്ടി വഹാബികൾ രൂപീകരിച്ച ഒരു സേനയാണ് അൽ-ഇഖ്വാൻ എന്ന് പറയുന്ന സൈന്യം. ആ സൈന്യത്തിന് പരിശീലനം കൊടുക്കുന്നത് ആരാ? ബ്രിട്ടീഷ് കേണലായ ലോറൻസ് ആണ്. ആ ലോറൻസ് ചെന്നുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിയായ ലോറൻസ് വഹാബി സേനക്ക് നല്ല പരിശീലനവും ആയുധവും നൽകിക്കൊണ്ട് അവരെ യുദ്ധരംഗത്ത് സജീവമാക്കുകയാണ്. ആ പരിശീലനം നൽകിയ ലോറൻസിനെ പോലും കേരളത്തിലെ വഹാബികൾ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും. ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ഷൌക്കത്ത് അലി മുജാഹിദുകളുടെ പ്രസിദ്ധീകരണ വിഭാഗമായി ഉപത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നു, അറബ് ഗോത്രങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്ന സഊദ് ഭരണകൂടം കേണൽ ലോറൻസിന്റെ ഡയനാമിറ്റ് അമീർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേണൽ ലോറൻസിനെ ഒരു ചാരൻ എന്ന് വിളിക്കാമോ എന്ന് സംശയമാണ്. വഹാബികൾ അയാളെ ന്യായീകരിക്കുകയാണ്. അങ്ങനെ ഈ ചാരന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം ലഭിച്ചുകൊണ്ട് അവരതാ പുതിയ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സമയത്ത് ഇവർക്ക് നല്ല ആവേശം പകരുന്ന വാഗ്ദാനങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ നൽകി. ഈ സന്നിഗ്ധഘട്ടത്തിൽ തുർക്കി നിങ്ങളുടെയും ഞങ്ങളുടെയും പൊതുശത്രുവാണ്. ആ പൊതുശത്രുവിനെ നേരിട്ട് ഖിലാഫത്തിനെ തകർക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുകയാണെങ്കിൽ പ്രവിശാലമായ ഒരു രാജ്യം നിങ്ങൾക്ക് സ്വന്തമായി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ബ്രിട്ടനെതിരെ പാശ്ചാത്യർക്കെതിരെ പോരാടിയപ്പോൾ വഹാബികൾ ബ്രിട്ടീഷ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ അതിന് ശക്തി പകരുകയായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശകളും സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആരംഭം കുറിച്ച് 1924 വരെ നിലനിന്ന ഒരു വലിയ ഭരണ സംവിധാനത്തിന് തിരശീല വീഴുകയാണ്. ഇതിൽ ബ്രിട്ടീഷ് സർക്കാരിനോടൊപ്പം ഒന്നാം പ്രതിയായി വഹാബികൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ തകർക്കപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിന്റെ നരനായാട്ടായിരുന്നു. അറബ് ലോകത്തേക്ക് അവർ ഇരച്ചു കയറി. അവസാനം എന്തു ചെയ്തു? പ്രവിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തെ കോഴിമുട്ട വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കി അവരുടെ ഇംഗിതത്തിന് സംഭാവന ചെയ്തു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന അറബ് രാജ്യങ്ങളുടെ ചെറിയ ചെറിയ പൊട്ടുകൾ അങ്ങിങ്ങായി നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിനെ രാഷ്ട്രീയപരമായി തകർത്തതിലും മതപരമായി ഭിന്നിപ്പിച്ചതിലും വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് പറയുന്നത്. ഈ വഹാബിസത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് 1920കളിലാണ്. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആലിമുസ്ലിം ആരംഭിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, ആഗോളതലത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിനെ നമ്മൾ തകർക്കാൻ പോകുമ്പോൾ അത് കേരളത്തിൽ പുനരുകളയണം.
ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ മലബാറിലേക്ക് നിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ അറബ് മണ്ണിൽ ഖിലാഫത്തിനെ തകർക്കാൻ ഉപയോഗിച്ച അതേ പ്രസ്ഥാനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ്. അങ്ങനെയാണ് 1922 കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ, പുതിയ ഒരു പേരിൽ പഴയ ഈ വഹാബിസത്തെ പുതിയ വീഞ്ഞായി പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്നത്. അന്നത്തെ വഹാബിസം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊന്നുമില്ല. ഇന്നൊരു വഹാബിയെ കണ്ടാൽ അവന്റെ തലമറക്കാത്തവനായിരിക്കും ഏത് വിവരമുള്ള അല്ലെങ്കിൽ അവരെ പണ്ഡിതനായ വഹാബിയും. മാത്രമല്ല അലക്ഷ്യമായി താടി വളർത്തുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകതയായി നമുക്കൊരുപാട് അടയാളങ്ങളുണ്ട്. അവർ നിസ്കരിക്കാൻ നിന്നാൽ അവരെ കൈ ഒരു പ്രത്യേക സൂചന നൽകിക്കൊണ്ടായിരിക്കും നെഞ്ചത്ത് കെട്ടാറുള്ളത്. അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളൊന്നുമില്ലാത്ത കാലത്താണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ വഹാബിസം വരുന്നത്. അന്നതിന്റെ സ്ഥാപക നേതാവായ KM മൗലവി വാലുവച്ച തലപ്പാവ് ധരിക്കുന്ന ആളായിരുന്നു. കണങ്കാല് വരെയുള്ള തുണിയും ജുബ്ബയും ധരിക്കുന്ന ആളായിരുന്നു. അതേ KM മൗലവി സുബഹി നിസ്കാരത്തിൽ ഖുനൂത്തോദണമെന്ന വാദമുള്ള ആളായിരുന്നു. അതേ മൗലവി തന്നെ 20 റക്അത്ത് മാത്രം തറാവീഹ് നിസ്കരിക്കുന്ന ആളായിരുന്നു. നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന സുന്നത്താണെന്ന് ഫത്വ കൊടുത്ത ആളായിരുന്നു. ഇങ്ങനെ പ്രത്യക്ഷമായി നമ്മൾ വഹാബികളെ തിരിച്ചറിയുന്ന ഒരടയാളവും ഇല്ലാത്ത കാലത്ത് അന്നത്തെ കേരളത്തിലെ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുകയാണ്. ഇത് യഥാർത്ഥത്തിൽ വഹാബിസത്തെ പുതിയൊരു രൂപവും ഭാവവും നൽകി. കേരളത്തിലിരിപ്പിനുള്ള പരിപാടിയിലുള്ള സയ്യിദന്മാരും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള നല്ല പണ്ഡിതന്മാരും ഒത്തുചേർന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ നമ്മൾ തിരിച്ചറിയുകയും പൊതുജനങ്ങളെ ഇവരെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി 1925 മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുക്കളും വഹാബിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുന്നത്. ഈ പണ്ഡിത സഭ രൂപീകരിച്ച് ആദ്യമായവരെന്താണ് ചെയ്തത്? വഹാബിസത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ട് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് ആഗോളതലത്തിൽ ഇസ്ലാമിനെ രാഷ്ട്രീയമായും മതപരമായും ഭിന്നിപ്പിക്കാൻ പാശ്ചാത്യർ പടച്ചുവിട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ കേരളത്തിൽ വന്ന ഐക്യസംഘം. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്തിന്റെ പാർട്ടിയാണ്. ബിദ്അത്തുകാരോട് സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് പരസ്പരം പാലിക്കേണ്ട കടമകളും കടപ്പാടുകളും ബിദ്അത്തുകാരോട് പാലിക്കേണ്ടതില്ല. അവരെ മതപരമായി ബഹിഷ്കരിക്കപ്പെടേണ്ടവരാണ് എന്ന ഇസ്ലാമിന്റെ അധ്യാപനം കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ ഇവിടത്തെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി സമസ്തയുടെ ആഹ്വാനമനുസരിച്ച് ഈ ഭിന്നതയും വിഭാഗീയതയും സൃഷ്ടിക്കുന്ന വിഭാഗത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം 1922 മുതൽ 1950 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ വഹാബിസത്തിന്റെ വളർച്ച ഈ കാലത്ത് വട്ടപൂജമായിരുന്നു. എന്തുകൊണ്ടാണ്? 8ഓളം പ്രസിദ്ധീകരണങ്ങൾ ഈ കാലത്ത് അവരിറക്കി നോക്കി. ഒരു 3 ലക്കത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നിനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്നത്തെ തെറുക്കുൽ മുവാലാത്ത് എന്ന സമസ്തയുടെ നിലപാട് അതായിരുന്നു ഇതിന്റെ കാരണം. ഇവരുടെ ഒരു പരിപാടി അങ്ങാടിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോകരുത് എന്ന് ഉലമാക്കൾ പറഞ്ഞാൽ മീൻ വാങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, അവരെ പരിപാടി കേട്ടുപോയി കൂടാ, അങ്ങാടിയിലേക്കില്ല. അവരെ പുസ്തകം വായിച്ചുകൂടാ, അവരോട് സലാം പറയലില്ല, സലാം മടക്കലില്ല, അവരുമായി വിവാഹബന്ധമില്ല, കൂടിപ്പെരുമാറലില്ല. സമസ്തയുടെ തീരുമാനം അക്ഷരം പ്രതി കേരളത്തിലെ മുസ്ലിമീങ്ങൾ പാലിച്ചതോടെ വഹാബിസം അത് നായതൊട്ടകലം പോലെ വിദൂരത്തേക്ക് മാറ്റിവെക്കുകയാണുണ്ടായത്. എന്നാൽ വഹാബികൾ അടങ്ങിയില്ല. അവര് ചിന്തിച്ചു, എങ്ങനെയെങ്കിലും നമ്മളെ പ്രസ്ഥാനത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതിന് ഇനി ഈ മതത്തിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ഒരു പൊതുവേദി ഉണ്ടാക്കി അതിന്റെ മറവിൽ വേണം നമുക്ക് മുഖ്യധാരയിലേക്ക് ഒളിഞ്ഞു കയറാൻ. ഇതിനുവേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. ആ സമയത്താണ് 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രയാകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്
വലിയ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു ഇന്ത്യ രാജ്യത്ത്. ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ മറ്റൊന്ന് അന്നുണ്ടായിരുന്നത് സർവേന്ത്യ മുസ്ലിം ലീഗ്. വലിയൊരു പ്രസ്ഥാനമായിരുന്നു. കോൺഗ്രസിനെ പോലെ തന്നെ അന്നത്തെ ഇന്ത്യയുടെ ഏകദേശ സംസ്ഥാനങ്ങളിലും എംപിമാരുണ്ടായിരുന്ന, പ്രതിനിധികളുണ്ടായിരുന്ന വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അതിന്റെ നല്ലൊരു വിഭാഗം നേതാക്കൾ ഇന്ത്യയല്ലാത്ത അതിന്റെ മറ്റു ഭാഗമായ പാകിസ്ഥാനിലേക്കും അതിന്റെ അന്നത്തെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിലേക്കുമൊക്കെ കുടികയറി. അവശേഷിച്ച നേതൃത്വം ആദ്യം ആലോചിച്ചു, ഇനി നമുക്ക് മുസ്ലിങ്ങളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ആവശ്യമുണ്ടോ? എന്താണ് കാരണം? ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാകാൻ പോകുകയാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ പേരിൽ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് ഗുണം ചെയ്യുമോ എന്ന പ്രാഥമിക ചർച്ചയിൽ ഭൂരിപക്ഷം അന്നത്തെ അവശേഷിച്ച നേതാക്കളും പറഞ്ഞു, നമുക്കത് ഗുണം ചെയ്യില്ല. അങ്ങനെ അതാ 1906 ആഗാഖാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയെ 1948 പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ത്യ വിഭജനം നടന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് പിന്നീട് സംഭവിച്ചത് ചോരച്ചാലുകളായിരുന്നു. ഡൽഹിയിലും പശ്ചിമ ബംഗാളിലുമെല്ലാം മുസ്ലിമീങ്ങളുടെ രക്തം കൊണ്ട് അതാ തെരുവുകൾ നിറഞ്ഞൊഴുകുകയാണ്. മുസ്ലിമീങ്ങളും ഇതരരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. പഞ്ചാബ് ചോരക്കളമാകുകയാണ്. നേതൃത്വമില്ലാതെ ഒരു സമുദായം ഇവിടെ അവശത അനുഭവിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ വീണ്ടും അവശേഷിച്ച നേതാക്കളിൽ പക്വതയുള്ള മഹാനായ കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, അതുപോലെ തന്നെ ഉപ്പി സാഹിബ് പോലെയുള്ള അന്നത്തെ തലമുതിർന്ന നേതാക്കന്മാർ വീണ്ടും സംഘടിച്ചിരുന്ന് ചിന്തിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകാനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ വേണ്ടേ? അങ്ങനെയാണ് പിന്നീട് വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 1948 തന്നെ പുനർനിർമ്മാണം നടക്കുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ കേരളത്തിലെ വഹാബികൾ ചിന്തിച്ചു, ഇതൊരു നല്ല അവസരമായി നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും വേണ്ട ഒരു പൊതു രാഷ്ട്രീയ പാർട്ടി വരാൻ പോകുകയാണ്. അതിന്റെ ഒരു മലബാർ ഘടകം, അന്ന് കേരളം എന്ന ഒരു മലബാർ ഘടകം നമുക്കിവിടെ രൂപീകരിച്ച് കളയാം. അങ്ങനെ KM മൗലവി എന്ന വഹാബിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സീതി വക്കീൽ എന്ന സീതി സാഹിബും ചേർന്ന് ആദ്യമായി മുസ്ലിം സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി അവരതിന് തുടക്കം കുറിക്കുകയാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹാബികളെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയ ഈ നേതൃത്വത്തിന്റെ പിന്നിലേക്ക് കേരളീയ മുസ്ലിമീങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങൾ വരാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് മഹാനായ നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, മഹാനവറുകൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് കടന്നു വരുന്നത്. തങ്ങളവറുകൾ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നതോടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ, വിശിഷ്യ മലബാറിലെ മുസ്ലിമീങ്ങൾ സുന്നികളാണ്, അവർ കൂട്ടത്തോടെ സമുദായ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ വലിയൊരു സംഘശക്തിയായി 1960 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ, കേരളപ്പിറവിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പങ്കാളിയായി കോൺഗ്രസിന്റെ കൂടെ സഖ്യകക്ഷിയായിട്ടായിരുന്നു മത്സരിച്ചത്. ഗംഭീര വിജയമുണ്ടായെങ്കിലും അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു, ഇതൊരു വർഗീയ പാർട്ടിയായതുകൊണ്ട് ഇവരെ മന്ത്രിസഭയിൽ പരിഗണിക്കുകയില്ല. അത് വിവാദത്തിനിടവെച്ചു. അവസാനം പഞ്ചായത്ത് പറഞ്ഞു, സ്പീക്കർ സ്ഥാനം സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കാം. അങ്ങനെ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് മുതൽ വഹാബികൾ വളരെ തലച്ചോറുപയോഗിച്ച് പിന്നിൽ നിന്ന് വഹാബിസത്തെ പ്രചരിപ്പിക്കാൻ അവർ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. സീതി സാഹിബ് എന്ന് പറയുന്ന വഹാബി നേതാവ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷിക സമ്മേളനം നടക്കുമ്പം നോട്ടീസ് അയച്ച് അതിനെ കലക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. അദ്ദേഹം തന്നെ കേരള നിയമസഭയുടെ സ്പീക്കറായി അവരോധിക്കപ്പെട്ടു. 1960 ഇദ്ദേഹം സ്പീക്കറായി രംഗത്ത് വന്നപ്പോൾ ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായി കേരള മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ഈ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ അതിൽ ഒരൊറ്റ മെമ്പറെ പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഉൾപ്പെടുത്തിയില്ല. ഏത് കാലഘട്ടമാണ്? അന്ന് ഇവിടെ 95% സുന്നികൾ മാത്രമാണ്. ആ സുന്നികളുടേതല്ലാത്തൊരു വഖഫ് സ്വത്ത് കേരളത്തിലില്ല.
ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ബോർഡിൽ ഒരു സുന്നിയെപ്പോലും ഉൾപ്പെടുത്തിയില്ല. അതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിഷേധിച്ചു. അവിഭക്ത സമസ്ത 1985 നടത്തിയ 60ാം വാർഷിക സമ്മേളനത്തിന്റെ സോവനീർ അതിന്റെ ചീഫ് എഡിറ്റർ മുസ്തഫൽ ഫൈസിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. അതിന്റെ 58ാമത്തെ പേജിൽ ഒരു പ്രമേയം തന്നെ പാസാക്കി. എന്തായിരുന്നു ആ പ്രമേയം? കേരള ഗവൺമെന്റ് രൂപീകരിച്ച കേരള സ്റ്റേറ്റ് മുസ്ലിം വഖഫ് ബോർഡിൽ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ എങ്കിലും ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു പണ്ഡിതനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് 24/12/1960 ശനിയാഴ്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിൽ ചേർന്ന മുശാവറ യോഗത്തിന്റെ തീരുമാനമാണ്. നോക്കണം നിങ്ങൾ, വഹാബിസം വളരെ ആസൂത്രിതമായി രാഷ്ട്രീയത്തെ മറയാക്കി ഇവിടെ കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വഖഫ് ബോർഡ് കൈയടക്കിയ വഹാബികൾ എന്ത് ചെയ്തു? മലബാറിന്റെ ഹൃദയഭാഗത്തുള്ള നിരവധി പള്ളികൾ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. കോഴിക്കോട് പട്ടണത്തിൽ മാത്രം 1 ഡസനോളം പള്ളികൾ ഈ കാലയളവിൽ ഉണ്ടാക്കിക്കൊടുത്ത കള്ളരേഖകൾ കാരണം പിന്നീട് സുന്നികൾക്ക് നഷ്ടപ്പെട്ടു. അതിൽപ്പെട്ടതാണ് സുന്നികൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നിർമ്മിച്ച പാളയത്തെ മുഹിയുദ്ദീൻ ജുമുഅത്ത് പള്ളി, മഹാനായ ശാദുലി ശൈഖിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച ശാദുലിപ്പള്ളി, അതുപോലെ തന്നെ മഹാനായ ടിപ്പു നിർമ്മിച്ച പട്ടാളപ്പള്ളി. ഇങ്ങനെയുള്ള കോഴിക്കോടിന്റെ തിരുനെറ്റിയിലുള്ള പള്ളികളെല്ലാം കള്ളരേഖകൾ ഉണ്ടാക്കി വഹാബികൾക്ക് തട്ടിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഗവൺമെന്റും സഖ്യങ്ങളൊക്കെ മാറി മാറി വന്നു. അതിനുശേഷം ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് മത്സരിച്ചപ്പോഴാണ് ആദ്യമായി നമ്മുടെ CH മുഹമ്മദ് കോയ സാഹിബ്, അതുപോലെ തന്നെ മഞ്ചേരിയിലെ കുരിക്കൽ സാഹിബ്, ഇവർക്ക് അധികാരം പങ്കിടാൻ അവസരം ലഭിച്ചത്. ആ കാലഘട്ടത്തിൽ അറബ് ഭാഷ പഠിപ്പിക്കാൻ സ്കൂളിലൂടെ സംവിധാനം കൊണ്ടുവന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു വിഭാഗത്തിന് കുറച്ചൊക്കെ ഗവൺമെന്റ് തലത്തിൽ ചെറിയ ശമ്പളത്തിലാണെങ്കിലും ഉദ്യോഗം കിട്ടുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ആ വഖഫ് ബോർഡ് അറബി പാഠപുസ്തകം പഠിപ്പിക്കാനുള്ള സംവിധാനം വന്നപ്പോൾ അവിടെ പുസ്തകം തയ്യാറാക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. വഹാബികൾ സയ്യിദന്മാരെ കബളിപ്പിച്ചുകൊണ്ട് അതിൽ മുഴുവനും വഹാബികളെ തിരികെ കയറ്റി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കേരളത്തിലെ 98% വരുന്ന സുന്നികളുടെ മക്കളെ ഗവൺമെന്റിന്റെ സ്കൂളിലൂടെ വഹാബിസം പഠിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് 6ാം ക്ലാസ്സിലേക്ക് പഠിപ്പിച്ച ഒരു പുസ്തകമാണിത്, ഖിറാഅത്തു കൈറള അൽ അറബിയ അൽ ജുസ്ഉ താസി. ഈ പുസ്തകത്തിൽ വഹാബികളുടെ നേതാക്കന്മാരെ വളരെ കൃത്യമായി ഇതിൽ പരിചയപ്പെടുത്തുന്നു. എന്താണ് പരിചയപ്പെടുത്തുന്നത്? KM മൗലവി എന്ന വഹാബി സ്ഥാപക നേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് എന്താ? അശ്ശൈഖു കാന ശരീഫൻ ഫീ ശമാഇലിഹി ഫഫിൽ ബലാഗത്തി കാന അശ്ശൈഖു സഹ്ബാനാ. ഈ KM മൗലവി എന്ന് പറഞ്ഞ അയാള് ശമായിൽ മഹത്വം പറഞ്ഞാൽ തീരൂല. സാഹിത്യത്തിൽ അദ്ദേഹം സഹബാൻ എന്ന കവിയെ, സാഹിത്യകാരനെ വെല്ലുന്ന ആളായിരുന്നു. പിന്നെയോ ഫിസ്സുദ്ഖി കാന അബാ ബക്കറിൻ വഹൈദറ ഫി ശജാഅത്തിൻ വഗദാ ഫിൽ ഹിൽമി ഉസ്മാനാ. സത്യസന്ധതയിൽ KM മൗലവി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുന്നിലാണ്. അതുപോലെ തന്നെ ധീരതയിലോ ഹൈദർ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ്. സഹനത്തിന്റെ വിഷയത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ. വകാന ഫീ അദ്ലിഹി ബൈനൽ വറാ ഉമറ വഫീ നസീഹത്തിഹി ലിന്നാസി ലുഖ്മാനാ. നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഉമർ ഫാറൂഖിനെ പോലെയും ജനങ്ങൾക്ക് നസീഹത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ലുഖ്മാനുൽ ഹക്കീം തങ്ങളെപ്പോലെയും ഒക്കെയുള്ള വലിയ മഹാനായിരുന്നു ആര്? KM മൗലവി. എന്നിട്ട് ബ്രാക്കറ്റിൽ താഴെ കൊടുക്കുക, ഇയാളെ പരിചയപ്പെടുത്തി. ആരാ ഇയാളെന്നറിയോ? വഹുവല്ലദി അസ്സസ ദാറുൽ ഐതാം ബി തിരൂരങ്ങാടി. ഇയാളാ തിരൂരങ്ങാടിയിൽ എത്തിങ്കാനുണ്ടാക്കിയത്. കുട്ടികളെ വഹാബികളെ സ്ഥാപനം കൂടി കൂട്ടത്ത് പരിചയപ്പെടുത്തുക. അല്ലത്തി എന്തിയാദി എത്തിങ്കാനയാണെന്നറിയോ? ഈ അക്ബറു ദാരിൽ യത്താമാ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എത്തിങ്കാനയാണ്. കാന ശൈഖു മശ്ഹൂറൻ ഫി കേരള, കേരളത്തിൽ ഇയാൾ അറിയപ്പെടുന്നത് ബിസ്മി KM മൗലവി, KM മൗലവി എന്ന നാമധേയത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഗവൺമെന്റിന്റെ ചെലവിൽ കേരളത്തിലെ സുന്നികളെ വഹാബിസം പഠിപ്പിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് തീർന്നില്ല, ഇവർ വീണ്ടും മുന്നോട്ട് പോയി. അറബി പാഠപുസ്തകം പഠിപ്പിക്കാനുള്ള അധ്യാപകർ വേണം.
അത് യോഗ്യരായ ആളുകളെ ഇവിടത്തെ അറബിക് കോളേജുകളിൽ നിന്ന് സെലക്ഷൻ നടത്തുന്നതിന് പകരം അതിന് പ്രത്യേകം ഓറിയന്റൽ അറബിക് കോളേജ് വേണമെന്ന് പറഞ്ഞു. അറബിക് കോളേജുകൾ അനുവദിക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നൊഴിയാതെ മുഴുവനും വഹാബികൾ തട്ടിപ്പറിച്ചു. അതാണ് നമ്മുടെ എടവണ്ണയിലെ ജാമിയ നദവിയ, അവരുടെ കോളേജാണ്. നമ്മുടെ അരീക്കോട്ടുള്ള സുല്ലമുല്ലുലും അതുപോലെ തന്നെ പുളിക്കലുള്ള റൗദത്തുല്ലും, തിരൂരങ്ങാടിയിലെ കോളേജ്, നമ്മളെ കോഴിക്കോട് ജില്ലയിലെ മേപ്പയിലെ കോളേജ്, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ്, എല്ലാ കോളേജുകളും വഹാബികൾക്ക് കൊടുത്തു. ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന തലയെടുപ്പുള്ള ഏതൊക്കെ വഹാബിയുണ്ടോ അവരൊക്കെയും ഈ ഗവൺമെന്റിന്റെ ശമ്പളം കൊടുക്കുന്ന കോളേജുകളുടെ ഉൽപ്പന്നമാണ്. ഇങ്ങനെ രാഷ്ട്രീയത്തെ മറയാക്കി വഹാബിസത്തെ പ്രചരിപ്പിക്കാനുള്ള ഗൂഢമായ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയതാ മുസ്ലിങ്ങളുടെ ജിഹ്വയായ പത്രത്തിൽ പോലും ഇവർ ആധിപത്യം സ്ഥാപിച്ച് 1970കളിൽ ഇവരൊരു തീരുമാനമെടുത്തു. ഈ മൗലിദാഘോഷം എന്നത് തർക്ക വിഷയമായതുകൊണ്ട് ഇനി മുതൽക്ക് പത്രത്തിൽ കൊടുക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. ഈ വാർത്ത വന്നപ്പോൾ അന്ന് മലപ്പുറം ജില്ലയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ മഹാനായ മർഹൂം ബഷീർ മുസ്ലിയാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മെമ്മോറാണ്ടം തയ്യാറാക്കി. ഇത് നീതിയല്ല. കേരളത്തിലെ ഈ സംഘശക്തി അഹ്ലുസുന്നയുടെ ശക്തിയാണ്. ആ സുന്നികളുടെ വിശ്വാസമായ പ്രവാചകന്റെ ജന്മത്തിൽ സന്തോഷിക്കുന്ന വാർത്ത നമ്മുടെ പത്രത്തിൽ വരില്ല എന്ന തീരുമാനം തിരുത്തണം. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കയ്യിൽ ഓഫീസിലേക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഇത് കീറി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. ആ വികാരത്തിൽ നിന്നാണ് സിറാജ് ദിനപത്രം ഉടലെടുത്തിട്ടുള്ളത്. നമുക്കറിയണം, ആ രീതിയിൽ വഹാബികൾ സ്വാധീനം ചെലുത്തി. അങ്ങനെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ വഹാബികൾ, നവോത്ഥാനം വഹാബിസം എന്നൊരു ചിന്ത കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചിന്തക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരായിരുന്ന 5 പ്രമുഖർ കൂട്ടായി ചിന്തിക്കുകയും മുന്നേറാൻ തീരുമാനിക്കുകയും ചെയ്തു. അവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു. മഹാനവറുകളുടെ സഹോദരൻ കൂടിയായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവരൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, മഹാനായ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തബ്ബലല്ലാഹു ഉംറഹുമാ, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ 5 മഹാന്മാരായ പണ്ഡിതന്മാർ ഈ നീക്കങ്ങളെ തിരിച്ചറിയുകയും രാഷ്ട്രീയ നേതൃത്വത്തെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1977 സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പുനഃസംഘടന നടന്നപ്പോൾ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു, മഹാനായ വലിയുല്ലാഹിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് മഹാനായ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയായും മഹാനായ EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റുമായും സുന്നി യുവജന സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്നത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞ് എന്താണ് മുഖ്യധാര, അത് വഹാബിസമാണ്, അതിന് രാഷ്ട്രീയ പിൻബലമുണ്ട് എന്ന അവസ്ഥയിലെത്തിയപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ നവജാഗരണത്തിനു വേണ്ടി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വം ചിന്തിക്കുകയും അതിനുവേണ്ടി ആദ്യമായി ആവശ്യമുള്ളത് നമുക്ക് ഒരാസ്ഥാനം വേണം. ഇതാണ് ആദ്യത്തെ ആവശ്യം. ഈ ആസ്ഥാനമില്ലാത്തതുകൊണ്ടാണ് അന്ന് മഹാനായ ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിലും കോഴിക്കോട്ട് പട്ടണത്തിലെ ചില പള്ളികളുടെ വരാന്തകളിലുമായിരുന്നു സമസ്തയുടെ പോലും യോഗം ചേർന്നിരുന്നത്. അതിന് പരിഹാരമുണ്ടാകണം, ആസ്ഥാനം വേണം. അങ്ങനെയാണ് സുന്നി സാംസ്കാരിക കേന്ദ്രം എന്ന പേരിൽ 1978 മഹാനായ ഖമറുൽ ഉലമ മഹാനായ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ ശംസുൽ ഉലമ EK ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിടുന്നത്. അങ്ങനെ ആ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച കാലം മുതൽ ഇസ്ലാമിക മുന്നേറ്റത്തിനു വേണ്ടി സുന്നത്തി ജമാഅത്തിന്റെ നവജാഗരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ കരിവാരിത്തേക്കാനുള്ള ആസൂത്രിതമായ നീക്കം വഹാബികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പലരും അതിൽ പങ്കാളികളായി പോയിട്ടുണ്ട്, പലരെയും പങ്കാളികളാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതാ കാന്തപുരം ഉസ്താദിനെതിരെ ആരോപണങ്ങളുമായി വരികയാണ്. ഈ സമയത്താണ് ആദ്യമായി AP ഉസ്താദ് മുഖേന കേരളത്തിൽ ഒരു പള്ളിയുടെ നിർമ്മാണം തുടങ്ങുന്നത്. കോഴിക്കോട് പട്ടണത്തിലെ പരിസരത്തുള്ള അരീക്കാട്ട പള്ളിയായിരുന്നു ആദ്യമായി നിർമ്മിക്കുന്നത്. ആ പള്ളിയുടെ നിർമ്മാണം നടന്നപ്പോൾ
വളരെ ഭംഗിയായതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായപ്പോൾ ഒരു വാർത്ത പുറത്തു വരികയാണ്. എന്താണ് വാർത്ത? ആ പള്ളിക്ക് നൽകിയ സംഖ്യയിൽ നിന്ന് 2 ലക്ഷം രൂപ വന്യരായ കാന്തപുരം ഉസ്താദ് അമുക്കി എന്നായിരുന്നു അന്ന് ഒരു മുസ്ലിം പത്രത്തിൽ വന്ന വാർത്ത. സുബ്ഹാനല്ലാഹ്, പണ്ഡിത നേതൃത്വത്തിനെതിരെയുള്ള ആദ്യത്തെ പരസ്യമായ ആരോപണം. ഇത് അറിഞ്ഞോ അറിയാതെയോ ചില പണ്ഡിതന്മാർ പോലും ഏറ്റുപിടിച്ചു. അവസാനം എന്തുണ്ടായി എന്നറിയുമോ? ഈ സംഖ്യ നൽകിയ സാക്ഷാൽ കുലൈബ് തന്നെ കേരളത്തിൽ വന്നു പറയേണ്ടി വന്നു, ഇല്ല, ആ പള്ളിക്ക് ഞാൻ കൊടുത്ത സംഖ്യ പൂർണ്ണമായും കാന്തപുരം ആ പള്ളിക്ക് ചെലവഴിച്ചിട്ടുണ്ട്, ഒരു നയാ പൈസ അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ വിവാദം അവസാനിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വടകരയിലെ പ്രൊഫസർ മഹ്മൂദ് സാഹിബ് അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് മുഹമ്മദ് അലി എന്ന് പേരുള്ള ഇതേ അരീക്കാട് പ്രദേശത്തുകാരനായ ഒരു ഹാജി അദ്ദേഹത്തെ മക്കയിൽ വെച്ച് കണ്ട് സങ്കടത്തോടെ പറഞ്ഞുവത്രേ, നിങ്ങളൊന്ന് കാന്തപുരം ഉസ്താദിനെ എനിക്ക് കാണിച്ചു തരണം. പ്രൊഫസർ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് കാന്തപുരത്തെ കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം, ഞാൻ ഹജ്ജിന് വന്നതാ. എന്താ നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്ത തെറ്റ്? ഇദ്ദേഹം പറഞ്ഞു, അന്ന് 2 ലക്ഷം രൂപ അരിക്കാട്ടപ്പള്ളി നിർമ്മാണത്തിൽ നിന്ന് അമുക്കി എന്ന വാർത്ത കൊടുത്തതിൽ ഞാൻ പങ്കാളിയായിരുന്നു. മുജാഹിദ് പ്രവർത്തകനായ ആ വഹാബി സുഹൃത്തിന് അവിടെ വെച്ച് മനംമാറ്റം വരികയാണ്. അദ്ദേഹം മാപ്പ് ചോദിക്കാൻ ഉസ്താദിനെ അന്വേഷിക്കുകയാണ്. ഇങ്ങനെ ഈ സത്യം ചേർന്നുകൊണ്ട് ഉസ്താദിനെതിരെ ആരോപണങ്ങൾ അന്ന് തുടങ്ങിയതാണ്. ആ ആരോപണങ്ങളിൽ എന്തൊക്കെ പിൽക്കാലത്ത് കൂടിക്കൂടി വന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടന്നുപോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വന്യരായ ഉസ്താദ് ആ ആരോപണങ്ങളുടെ മുമ്പിൽ പതറിക്കൊണ്ട് പള്ളികളുടെ നിർമ്മാണം നിർത്തിവെച്ചില്ല. അതുകൊണ്ട് തന്നെ കേരളീയ മുസ്ലിമീങ്ങൾക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനിക്കാവുന്ന എത്ര പള്ളികളാണ് വന്യരായ ഉസ്താദ് ഉണ്ടാക്കിയത്? അത് 3000-ഓടടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ആരോപണങ്ങൾ മുമ്പിൽ പതറിപ്പോയിരുന്നുവെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കുമായിരുന്നില്ല. കോഴിക്കോട് പട്ടണത്തിൽ സുന്നികളുടെ പള്ളികൾ മുഴുവനും കണ്ണായ സ്ഥലത്തുതൊക്കെ വഹാബി തട്ടിക്കൊണ്ടുപോയപ്പോൾ ആരാണ് കോഴിക്കോട്ട് പള്ളിയുണ്ടാക്കിയത്? വന്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് 30 പള്ളിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം നിർമ്മിച്ചത്. ആ പള്ളിയിൽ കയറിയല്ലേ എല്ലാവരും നിസ്കരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഉസ്താദ് അവരുടെ പ്രയാണം പിന്നെയും തുടർന്നു. മർക്കസു സഖാഫത്തി സുന്നിയുമായി മുന്നേറി പല ആളുകളും ഈ മഹത്തായ സ്ഥാപനവുമായി സഹകരിക്കാൻ തുടങ്ങി. അവിടെ നമ്മുടെ ഉന്നത ഭരണാധികാരികൾ വന്നു. ഒരിക്കൽ ജനതാദളിന്റെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന ദേവഗൌഡ മർക്കസിൽ വന്നു. അപ്പോൾ ആ ജനതാദളുകാരനാണെന്ന ആരോപണമുണ്ടായി. ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം ന്യൂനപക്ഷങ്ങളുമായി അടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കന്മാർ പല ഭാഗത്തേക്കും യാത്ര ചെയ്ത കൂട്ടത്തിൽ കേരളത്തിൽ അവർ തെരഞ്ഞെടുത്തത് ഒരേ ഒരു കേന്ദ്രമായിരുന്നു. അത് കാരന്തൂരിലെ മർക്കസു സഖാഫത്തി സുന്നിയ, സുന്നികളുടെ നവജാഗരണ കേന്ദ്രം. അവിടേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഈ സമുദായത്തെ ബാബരി മസ്ജിദ് തകർത്തവർക്ക് കാന്തപുരം ഒറ്റുകൊടുത്തു എന്ന് ആരോപണം പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരിക്കൽ മന്ത്രിയായും എംപിമായും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജഗോപാൽ BJP-ക്കാരനാണ്. ഒരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹം മർക്കസിൽ വന്നപ്പോൾ അതിന്റെ പിന്നിൽ ദുരൂഹത ഉണ്ട്, അദ്ദേഹത്തിന് 1 കോടി കോഴ കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ ആരോപണങ്ങൾ വന്നു. ഇങ്ങനെ ആരോപണങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന് അവസാനം ഈ മഹത്തായ മർക്കസിലേക്കുള്ള നേതൃത്വത്തിന്റെ ലോകത്തിന്റെ ശ്രദ്ധ അത് തെറ്റിച്ചു കളയാൻ ഈ മർക്കസ് തന്നെ പണയം വെച്ചിട്ടുണ്ട് എന്ന വാർത്തയുമായി ഇവർ രംഗത്ത് വന്നു. ഇതിൽ നിന്നൊക്കെ അതിജയിച്ചു മുന്നോട്ടു പോയ കാന്തപുരം ഉസ്താദിനെ തകർക്കാൻ ഇനി ഏറ്റവും അവസാനം ഉപയോഗിക്കാവുന്ന ഒരായുധം ഒരു മനുഷ്യന്റെ മാനം കെടുത്തുക. ആ 70 വയസ്സോളം അന്ന് പ്രായമുണ്ടായിരുന്ന ഉസ്താദ് അവറുകളെ വളരെ നീചമായ ആരോപണം ഉന്നയിച്ച് പൊതുജന സമക്ഷത്തിൽ തകർക്കാൻ വേണ്ടി പരിശ്രമമുണ്ടായി. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു റബ്ബർ പന്ത് എത്ര ശക്തിയോടെ ഭൂമിയിലേക്ക് എറിയുന്നുവോ അത്ര ശക്തിയോടെ മേലോട്ട് പൊങ്ങുന്നത് പോലെ ഉസ്താദ് അവറുകൾ ഉയരുകയല്ലാതെ തളർന്നിട്ടില്ല. ഏറ്റവും ഒടുവിലായി കേരളീയ സമൂഹത്തിന് ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കാൻ, മാനവികതയെ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം നടത്തിയപ്പോൾ പിന്നാലെ കൂടിയില്ലേ? എന്തും പറഞ്ഞാ കൂടിയത്, ഈ പോകുന്നവൻ കള്ളനാണ്, ഇയാൾ കൊലപാതകിയാണ്, ഇയാൾ പെണ്ണുപിടിയാനാണ് എന്ന് പറഞ്ഞു ഉസ്താദ് പോയ വഴിയിലൂടെ ഒരു വിഭാഗം നാണമില്ലാതെ പോയപ്പോൾ
കേരളീയ സമൂഹം എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്? പാഠം ഉൾക്കൊള്ളാൻ ബുദ്ധിയുള്ളവർക്ക് ഇതുപോലെ. അതൊക്കെ കഴിഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട് ഇനി മഹാനവറുകളെ, ഇത് സാധാരണ യുക്തിചിന്തയുടെ പിന്നാലെ പോകുന്നവർ, നിർമ്മതവാദികൾ, അവരെയൊക്കെ സപ്പോർട്ട് കിട്ടുന്ന ഒരു വിഷയമാണെന്ന ഒരൊറ്റ കച്ചിത്തുരുമ്പിൽ പിടിച്ചു തൂങ്ങി ഇതിന്റെ പേരിൽ വന്യരായ ഉസ്താദിനെ തകർക്കാനുള്ള ഹീനമായ ശ്രമവുമായി 2.5 കൊല്ലത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹിക്കുന്ന അവജ്ഞതയോടെ അതിനൊക്കെ തള്ളിക്കളഞ്ഞതാണ്. വീണ്ടും വീണ്ടും മുസ്ലിം സമുദായത്തിനോ ഈ സംസ്ഥാനത്തിനോ ഇവിടത്തെ സമൂഹത്തിനോ ഒരു ഫലവും നൽകാത്ത ഇത്തരം ചർച്ചകൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിന്റെ ഊർജവും ആരോഗ്യവും എന്തിന് നശിപ്പിക്കണമെന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകരിച്ചത് എന്തിനാ? ഈ വഹാബിസം ലോക മുസ്ലിമീങ്ങളെ തകർക്കുന്ന വഹാബിസത്തെ പ്രതിരോധിക്കാനാണ്. ആ പ്രതിരോധ മേഖലയിലൂടെ പ്രയാണം നടത്തേണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരുപയോഗിക്കുന്ന വിഭാഗം ആദർശം പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ട് അവരെവിടെയാണ് ഇന്നുള്ളത്? ഈ വിഭാഗത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഇവരോടൊപ്പം വേദി പങ്കിടുന്നു, വാരിപ്പുണരുന്നു, ഒന്നിച്ച് കോഴിക്കാല് കടിക്കുന്നു. അതെ, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന വരുമ്പം എല്ലാവരും ഒത്തുചേർന്നതിന് പരിഹാരം കാണുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ അടുത്ത് കോഴിക്കോട് പട്ടണത്തിൽ ഒരു വഹാബി സ്ഥാപനത്തിൽ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ ഒരറബി സഹോദരന് വിവാഹം ചെയ്തു കൊടുത്തു. ആ പെൺകുട്ടി ആരോപിക്കുന്നത് എന്താണ്? ഈ അറബി സഹോദരന് വിവാഹം ചെയ്തു കൊടുത്തത് എന്നെ കബളിപ്പിച്ചാണ്. ഇതിന്റെ പിന്നിൽ ഈ പ്രസ്ഥാനത്തിന് വമ്പിച്ച സാമ്പത്തിക നേട്ടമുണ്ട്. അയാൾ എപ്പോഴെങ്കിലുമൊക്കെ കേരളത്തിൽ വരുമ്പോ ഒരു ഭാര്യ വേണം, അതിന് എന്നെ ബലിയാടാക്കുകയാണ്. ഈ പെണ്ണ് കോടതിയിൽ വന്നപ്പോഴാണ് വിവരമറിയുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായ നിക്കാഹ് നടത്തിക്കൊടുത്തതിന് ഈ വിഭാഗത്തിനെതിരെ, വഹാബികൾക്കെതിരെ കേസുണ്ടായി. പലരും ജാമ്യത്തിന് ശ്രമിക്കുന്നു, ചിലരൊക്കെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇവർ വല്ലാത്തൊരു കുടുക്കിലാണ്. ഇവരെ രക്ഷപ്പെടുത്താൻ ഈ സഖ്യം രംഗത്ത് വന്നു. ഇവര് സമസ്തയുടെ പേര് പറഞ്ഞ ആളുകളെ വിളിച്ചു ചേർത്തിട്ട് ഇവർക്കതാ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, ഇവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അതിന് വിവാഹപ്രായം, മുസ്ലിം പെൺകുട്ടികളെ വിവാഹപ്രായം അത് 16 കൊണ്ടുവരണമത്രേ. നിങ്ങൾ ആലോചിച്ചത് മുസ്ലിം പെൺകുട്ടികളെ മാത്രം ഒരു പ്രശ്നമാണോ? ലോകത്ത് പല പ്രായത്തിലാണ് പെൺകുട്ടികളുടെ നിക്കാഹ് നടക്കുന്നത്. ഇസ്ലാം അതിനൊരു നിശ്ചിത പ്രായം വെച്ചിട്ടില്ല. കാരണം ഇസ്ലാം ഒരു ആഗോള മതമാണ്. വിവിധ പ്രദേശങ്ങളിലും കാലാവസ്ഥയിലും ഭക്ഷണം കഴിച്ചും ജീവിക്കുന്ന മനുഷ്യരുടെ ശാരീരിക മാനസിക വളർച്ചകളിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിവാഹപ്രായത്തെ നിശ്ചയിച്ചത് എങ്ങനെയാണ്? ഒരാൾ എന്നാണോ ശാരീരികവും മാനസികവുമായി വിവാഹത്തിനു പക്വതയാർജിക്കുന്നത് അന്ന് കല്യാണം കഴിക്കാൻ ആ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമീപനമാണ് ഇസ്ലാമിന്റേത്. എന്നാൽ പല രാജ്യങ്ങളും അതിനൊരു പ്രത്യേക പ്രായം നിർണയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 18 വയസ്സാണ് അതിന്റെ പ്രായം. അത് കുറക്കണമെങ്കിൽ അത് മുസ്ലിം പെൺകുട്ടികളുടേത് മാത്രം കുറക്കുക എന്നൊരു വിഷയമില്ല. ആവശ്യമാണെങ്കിൽ എല്ലാവരുടേതും കുറക്കാം. അതിന് കൂട്ടായിരുന്നൊരു ചർച്ച ചെയ്ത് ആ നിലക്കൊരു തീരുമാനമെടുക്കാൻ ആലോചിക്കുന്നതിന് മുമ്പ് അവിടെ കാന്തപുര വിഭാഗത്തൊന്ന് ഒറ്റപ്പെടുത്തി നമ്മളൊരു ഐക്യം പ്രഖ്യാപിക്കണം എന്ന ദുരുദ്ദേശവും കൂടെ വെച്ച് ഇത് പുറത്തുവിട്ടപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മാനം കെടുത്തുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. ഈ വിധത്തിലുള്ള ഇവരുടെ സത്യമായി വഹാബിസത്തെ എതിർക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ പണ്ഡിത സഭയെ ഇന്ന് ആദർശം വലിച്ചെറിഞ്ഞ് ദുരുപയോഗം ചെയ്യുകയാണ്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടായതിനു ശേഷം എന്താണ് സമസ്തയുടെ മൊത്തക്കുത്തക അവകാശപ്പെടുന്നവർ ഇവിടെ നിർമ്മാണാത്മകമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പെങ്കിലും പുതുതായി നിർമ്മിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രയും വർഷക്കാലം കൊണ്ട് വന്യരായ ഖമറുൽ ഉലമയുടെ, താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സമസ്തയും കീഴ്ഘടകങ്ങളും ഉണ്ടാക്കിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് കണ്ണു തുറന്നു നോക്കുന്നവർക്ക് കാണാൻ മാത്രം ഇവിടെ ഇല്ലേ? ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തീർന്നില്ല, ഇവരെന്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ? 25 കൊല്ലത്തോളമായി ഒരു മനുഷ്യന്റെ പിന്നാലെ പോകുന്നു. അവരെ ഏത് ക്യാമ്പയിനാവട്ടെ, പ്രമേയമാവട്ടെ, പരിപാടിയാവട്ടെ, പദ്ധതിയാവട്ടെ,
കാന്തപുരം എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലാതെ എന്തെങ്കിലും നടത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇനി നോട്ടീസിൽ വല്ലതും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗവൽക്കരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രഖ്യാപിച്ച ഒരു അനർഹമായ 60ാം വാർഷിക സമ്മേളനമുണ്ട്. ആ 60ാം വാർഷിക സമ്മേളനത്തെ വിജയിപ്പിക്കാനുള്ള മൈലേജ് സംഭരിക്കാൻ, ഈ വിവാദത്തെ ഇനിയും കത്തിച്ചു നിർത്താനുള്ള ശ്രമമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മുസ്ലിം സമുദായം ഇതൊക്കെ തിരിച്ചറിയണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമൂഹത്തിന് ആവശ്യമുള്ള അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുവേണം ഒരു പണ്ഡിത സഭയും കീഴടങ്ങളും പ്രവർത്തിക്കാൻ. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് തേവേർജോധം ചെയ്യുന്ന പ്രമേയങ്ങളുമായി മാസങ്ങളും വർഷങ്ങളും മുന്നോട്ടു പോകുന്നത് ബുദ്ധിയുള്ളവർ നോക്കിക്കാണുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. സുന്നത്തി ജമാഅത്ത് എന്ന ആദർശ പ്രസ്ഥാനത്തെ ഇവിടെ പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും അതിന്റെ വരുത്താനും നമ്മളല്ലാത്ത മറ്റൊരു വിഭാഗമില്ല. SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാർക്ക് ഈ ഓർമ്മ വേണം. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട ഊർജം ഇതുപോലെയുള്ള വിവാദങ്ങളുടെ പിന്നാലെ കളയാതെ നിർമ്മാണാത്മകമായ മാർഗത്തിലൂടെ നമ്മുടെ സംഘടന ആസൂത്രണം ചെയ്യുന്ന സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്ന കർമ്മപരിപാടികളെ ഏറ്റെടുത്ത് സജീവമായി നിങ്ങളൊക്കെ രംഗത്തുണ്ടാകണമെന്നും നാം പ്രഖ്യാപിച്ച എല്ലാ കർമ്മ പദ്ധതികളും അടുത്ത മാസം മുതൽക്ക് പ്രയോഗവൽക്കരിക്കാൻ മുഴുവൻ ഘടകങ്ങളും സജ്ജരായിരിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം കൊണ്ട് ഈ നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.